നമസ്കാരം, നാഗേഷാണ്. ഇന്ന് നമ്മളൊരു പുതിയ പരീക്ഷണമാണ് നടത്താൻ പോണത്. അതിന് വേണ്ടിയിട്ട് പതിവ് പോലെ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും മുളകും കറിവേപ്പിലയും നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച സവോള ഇട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. സവോള നന്നായി ചേർത്ത് ഇളക്കി സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. അതേപോലെ കുറച്ച് ചിക്കൻ മസാല ഇടുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുക. ഈ മസാലകൾ നന്നായി ചേർത്ത് ഉണക്കി വരുമ്പോൾ നമുക്ക് പൊടിയായിട്ട് തന്നെ അരിഞ്ഞ തക്കാളി ചേർക്കുന്നു. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ചേർക്കുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ച് കൊടുത്ത് നന്നായി ചിക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണെന്ന്. എന്നാൽ ഉരുളക്കിഴങ്ങ് കറിയല്ല, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മുട്ടയാണ്. ഈ മുട്ട ഇതേപോലെ അടിച്ച് കലക്കി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചിക്കിയെടുക്കുക. നന്നായി ചിക്കിയെടുത്ത് മുട്ടയിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതിനുശേഷം കുറച്ച് നാളികേരം കൂടി ചേർക്കുക. നാളികേരം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത ചില്ലി ഫ്ലേക്സ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് സ്പൈസി ആയിരിക്കും നമ്മുടെ വിഭവം വരാൻ പോകുന്നത്. മുട്ട കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ തോരനാണ്. പിന്നെ ഭംഗിക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്